അതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. വളരെ ഹീനമായ രീതിയിൽ ആക്രമിക്കുന്ന നിലയുണ്ട്. ഇതാദ്യമായിട്ടല്ല, നേരത്തെയും ഇങ്ങനെ ചില വർത്തമാനങ്ങൾ കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് തീർത്തും അപലപനീയമായൊരു കാര്യമാണ്. അതിൽ കൂടുതൽ പറയേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇഡി ഇപ്പോൾ സിപിഎമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 2 അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇഡിയുടെ ധാരണ ഞങ്ങളെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനമാണെന്നാണ്. ബാങ്ക് അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ആവശ്യത്തിനാണല്ലോ ബാങ്കിൽ അക്കൗണ്ട് വെക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നാട്ടുകാർ വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് തരിക, അതിൽ ധാരാളം പൈസയും നാട്ടുകാർ തരും. തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിനുള്ള ചെലവൊക്കെ നാട്ടുകാർ തരുന്ന പൈസയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിറവേറ്റി പോകുന്നത്. അങ്ങനെ നടത്തുന്നൊരു പാർട്ടിയെ, അവിടുത്തെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാം ഇതുകൊണ്ട് എന്ന് BJP കരുതിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അബദ്ധമായിപ്പോയി. ഇപ്പോൾ സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിക്കണം എന്ന ധാരണയിൽ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ച് കളയാം, അപ്പോൾ മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുക, ഈ വരുമാനം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചാൽ ആ പണമൊന്നും എടുത്ത് ചിലവാക്കാൻ പറ്റൂലാലോ എന്നൊക്കെയുള്ള ധാരണകളായിരിക്കാം അവരെ ഇതിന് നയിച്ചിട്ടുണ്ടാകുക. ഇതൊന്നും യേശുന്ന കാര്യമല്ല. നമ്മൾ കാണേണ്ടത് അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്നയാൾ 3ാം സ്ഥാനത്തായിരിക്കും. ഇവിടെ നല്ല രീതിയിൽ അവിടെ മത്സരിക്കുന്ന സുനിൽകുമാർ നല്ല തോതിൽ തന്നെ അവിടെ വിജയിച്ചു വരും. ഇതാണ് തൃശ്ശൂരിൻ്റെ ഇപ്പോഴത്തെ നില. അതിനെ നേരിടുന്നതിന് വേണ്ടി ഇമാതിരി കളി കൊണ്ടൊന്നും പറ്റില്ല എന്നത് BJPയും അവരുടെ ഏജൻസികളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വന്ന സമയത്ത് വലിയ തോതിൽ ലീഗിന്റെ കൊടികളും കോൺഗ്രസിന്റെ പതാകകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ പതാകകളൊന്നും വേണ്ടാന്നൊരു തീരുമാനമെടുത്തു. ഞാനത് വിശദമായി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ പല മാധ്യമങ്ങളും കൊടുക്കാറുണ്ടെങ്കിലും ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല. അത് ഒരു താല്പര്യം കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ആ വാർത്തകൾ വന്നില്ല എന്നത് പത്രസമ്മേളനത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ആ കാര്യങ്ങൾ. അതിനെപ്പറ്റി ചില കമൻസും പിന്നീട് വന്നിട്ടുണ്ട്. അത് തീർത്തും നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. ആ പാർട്ടിയുടെ പതാക, ആ പതാകയുടെ മഹിമ അറിയാവുന്നവർ ആ പതാക വേണ്ടാന്ന് വെക്കൂ. നമ്മുടെ കോൺഗ്രസിന്റെ പതാകയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് ഒരു ഘട്ടത്തിലാണല്ലോ ആ പതാക ഏറ്റെടുക്കുന്നത്. ആ പതാകയും പിടിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും പ്രവർത്തകരും എല്ലാം വലിയ തോതിലുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത്. ഏതെല്ലാം സംഭവങ്ങൾ! സഖാവ് കൃഷ്ണപിള്ള കോഴിക്കോട് കടപ്പുറത്ത് ആ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ ക്രൂരമായ മർദ്ദനത്തിനിരയായത്. എന്തെല്ലാം സംഭവങ്ങൾ! അങ്ങനെയുള്ള ആ പതാക വേണ്ട. രാഹുൽ ഗാന്ധിയെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിന് ആ പതാക വേണ്ട എന്ന് തോന്നുന്നു. എന്താ കാരണം? ഈ പറഞ്ഞു തന്നെ. കഴിഞ്ഞ തവണ ലീഗിൻ്റെ പതാക എടുത്തപ്പോൾ അവിടെ വടക്കേ ഇന്ത്യയിൽ BJP പറഞ്ഞു പാകിസ്ഥാന്റെ പതാകയായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്നത്. അപ്പം മറുപടി പറയാനുള്ള ത്രാണി വേണ്ടേ? ഇത് പാകിസ്ഥാന്റെ പതാകയല്ല, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയണ്ടേ? നിങ്ങളെ സഖ്യത്തിലുള്ള പാർട്ടിയല്ലേ? അത് പറയാൻ കഴിഞ്ഞോ? അത് പറയാതെ ഇപ്പോൾ എളുപ്പവിദ്യക്ക് പതാകയെ വേണ്ട, 2 പതാകയും വേണ്ട എന്ന നിലപാടെടുത്തു. അതല്ലേ വസ്തുത. പക്ഷേ ലീഗുകാരത് വലിയ മഹിമയായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ചിലരുടെ പ്രതികരണങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവരുടെ കാര്യമാണ്. പക്ഷെ കണ്ടതിന് പറഞ്ഞു എന്ന് മാത്രം. പത്തനംതിട്ട എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമാണ്. റബ്ബർ കർഷകരുടെ ഒരു പ്രധാന സ്ഥലമാണ്. ഇവിടെ നമുക്കറിയാം MRFന്റെ നേതൃത്വത്തിലുള്ള റബ്ബർ കാർട്ടലുകളുടെ ഒരു റബ്ബർ കർഷകർക്കെതിരായിട്ട് അല്ലെങ്കിൽ അവരെ കൊള്ളയടിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ MRFന്റെ ഫാക്ടറി ഔട്ട്ലെറ്റിന് മുമ്പ് സമരങ്ങൾ നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മനോരമ ഉൾപ്പെടെയുള്ള MRFന്റെ സിസ്റ്റർ ഓർഗനൈസേഷനായിട്ടുള്ള മീഡിയ ചാനലുകളെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് നടത്തുകയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ റബ്ബർ കർഷകർ നമ്മൾ പലപ്പോഴും പറയുന്നത് മണ്ഡലത്തിൽ അവർ ഒരു ആത്മഹത്യാ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നതാണ്. അപ്പോൾ MRFന്റെ ഇത്തരത്തിലുള്ള അവരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഇത്തരം കൊള്ളത്തരങ്ങൾക്കെതിരെ എന്തെല്ലാം കൂച്ചുവിധങ്ങൾ നിയമപരമായിട്ട്
നേടാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരു ഇലക്ഷൻ കൊണ്ട് തന്നെ നമ്മൾ റബ്ബർ കർഷകർക്ക് എന്തെല്ലാം ആശ്വാസങ്ങളാണ് നൽകുന്നത്? ഇതിൽ ഇന്ത്യ ഗവൺമെന്റ് തന്നെ നിയോഗിച്ച ഒരു കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. അതനുസരിച്ച് 1800 കോടി രൂപ ഈ ടയർ കമ്പനികൾ ഈ കൃഷിക്കാർക്ക് നൽകേണ്ട പൈസ കൊള്ളയടിച്ചിരിക്കുകയാണെന്നാണ് അവർ കണ്ടത്. അങ്ങനെ 1800 കോടി രൂപ അവർക്ക് പിഴയിട്ടു. ഈ കമ്പനികൾക്ക് പിഴയിട്ടു. ഏത് കമ്പനികൾക്ക്? ടയർ കമ്പനികൾക്ക്. അതിലൊരു കമ്പനിയുടെ പേരാണ് നിങ്ങൾ പറഞ്ഞത്. അവർ മാത്രമല്ല മറ്റു കമ്പനികളുമുണ്ട്. 1800 കോടിയാണത്. അതിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഇടതുപക്ഷം ആവശ്യപ്പെട്ടത്, ആ പണം മുഴുവൻ നമ്മുടെ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് നൽകേണ്ടതാണ്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് റബ്ബർ കർഷകരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ റബ്ബർ കർഷകരുള്ളത് കേരളത്തിലാണല്ലോ. അപ്പോൾ റബ്ബർ കർഷകർക്കാണ് നൽകേണ്ടത് എന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടു, കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. പക്ഷേ സർക്കാർ അത്തരമൊരു നിലപാട് എടുത്തില്ല. ഇതിനിടയാക്കിയ അടിസ്ഥാന പ്രശ്നം നമ്മൾ കാണണം. അത് ആസിയാൻ കരാർ നടപ്പാക്കിയതിൻ്റെ ഭാഗമാണ്. ആസിയാൻ കരാർ നേരത്തെ വാജ്പേയിയുടെ കാലത്താണ് കൊണ്ടുവരാൻ തുടക്കമിട്ടത്. പക്ഷേ ആ കരാർ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിടാനൊരു ശ്രമം കോൺഗ്രസ് നടത്തി. അപ്പോൾ അന്ന് ഇടതുപക്ഷം അതിന് പിന്തുണ കൊടുത്തിരുന്നതുകൊണ്ട് ഇടതുപക്ഷം പറഞ്ഞു അത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ളൊരു കരാറാണ്, ഒപ്പിടേണ്ടതില്ല എന്ന്. അങ്ങനെ ഒരു നിലപാടെടുത്തു. അതുകൊണ്ട് ഒപ്പിടാൻ പറ്റിയില്ല. രണ്ടാം UPA സർക്കാർ അത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ലാലോ, ഇടതുപക്ഷത്തിൻ്റെ അലോസരമില്ലാതെ സ്വതന്ത്രമായി ഭരിക്കാമെന്നാണല്ലോ UPA കണ്ടിരുന്നത്. അങ്ങനെ അവർ ഭരണം തുടങ്ങി. ഈ കരാർ ഒപ്പിട്ടു. അന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അന്നത്തെ പാർലമെന്റ് മെമ്പർമാരും ഒക്കെ ഈ കരാറിൻ്റെ മഹിമ വാഴ്ത്തി നടക്കുകയായിരുന്നു. അപ്പോൾ ഈ കരാർ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാനിടയുള്ള ആപത്തിനെക്കുറിച്ച് അന്നേ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു, കേരളത്തിൽ പറയുന്നുണ്ടായിരുന്നു, രാജ്യത്ത് പറയുന്നുണ്ടായിരുന്നു. കേരളത്തിൽ സംഭവിച്ചതാണ് ഈ പറയുന്ന റബ്ബർ വലിയ തോതിൽ തകരുന്ന അവസ്ഥ വന്നു. നമ്മുടെ കേരളത്തിലെ റബ്ബർ ഉൽപ്പാദനം തന്നെ കുറഞ്ഞു യഥാർത്ഥത്തിൽ. കാരണം റബ്ബർ കർഷകർ മനമെടുക്കുന്ന അവസ്ഥയിൽ വന്നു. അപ്പോൾ റബ്ബറിന് മതിയായ രീതിയിലുള്ള താങ്ങുവില കൊടുക്കണം എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞത് 250 രൂപ എങ്കിലും കൊടുക്കണം എന്നാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിഭവശേഷി വളരെ കൂടുതലില്ലാത്തതുകൊണ്ട് 180 രൂപ കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് കാര്യമായി നടപടിയെടുക്കേണ്ടത്. നേരത്തെ ഇക്കാര്യത്തിലും BJPക്കും കോൺഗ്രസിനും ഒരേ നയമാണ്. അങ്ങനെയാണ് ഈ പറയുന്ന ആസിയാൻ കരാർ വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള റബ്ബർ കർഷകരെ സഹായിക്കേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. ആ ബാധ്യത അവർ നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് വസ്തുത.